എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഈ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഈ ടൈം ടേബിൾ ഒട്ടിക്കേണ്ടത്, അതാണ് ഈ അധ്യായത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇതിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ഫോളോ ചെയ്യേണ്ടവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഈ ടൈം ടേബിൾ നമ്മൾ എവിടെയാണ് ഒട്ടിക്കേണ്ടത്? നിങ്ങളോട് ആദ്യം എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ സ്ഥിരമായി പഠിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവണം. നിങ്ങൾ പല കുട്ടികളും പല രീതിയിലാണ്. ചിലർ സോഫയിൽ കിടന്ന് പഠിക്കുക, അലക്ഷ്യമായി നടന്ന് പഠിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. ഉച്ചത്തിൽ വായിച്ച് പഠിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല ശീലങ്ങളിലുള്ളവരുണ്ട്. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ്, നിങ്ങൾക്ക് ഫുൾ A+ വേണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായി ഇരുന്ന് പഠിക്കുന്ന ഒരു സെൻറ്റർ നിങ്ങളുടെ വീട്ടിലുണ്ടാകണം. അതായത് ഒന്നുകിൽ നിങ്ങളുടെ മുറിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റ് ഔട്ടിൽ, എവിടെയാണെന്ന് വെച്ചാൽ അത് സ്ഥിരമായിരിക്കണം. അവിടെ എവിടെ ഇതുപോലെ ഇരുന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ആ സ്ഥലത്ത് തന്നെ ആയിരിക്കണം നിങ്ങൾ ടേബിൾ നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ ഈ ടൈം ടേബിൾ ഒട്ടിക്കേണ്ടത്. ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾ സ്ഥിരമായി ഇരുന്ന് എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കണം, വീട്ടിൽ വർക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ബന്ധു വീട്ടിലൊരു കല്യാണം ആവശ്യമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യവുമായി പോയി നമ്മളവിടെ കിടക്കുകയാണ്, ഉറങ്ങാണ്. നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, കൂടുതൽ നമ്മൾ ഉറങ്ങാറില്ല. അതിൻ്റെ കാരണം എന്താ? മറിച്ച് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരമായി കിടന്നുറങ്ങുന്ന കട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഉറങ്ങും. മറിച്ച് ഒരു വീട്ടിൽ ചെല്ലുമ്പോഴേക്കും നമുക്ക് അന്നത്തെ ദിവസം ഉറക്കം നല്ലപോലെ കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായി ഇപ്പോൾ ലാറ്റിനിൽ പോകുന്ന ആ ലാറ്റിനാണെങ്കിൽ മാത്രമേ വൃത്തിയായിട്ട് നമുക്ക് മോശം പോകുള്ളൂ. അതല്ലെങ്കിൽ നമ്മളല്ലാതെ പോകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. ഞാൻ പറഞ്ഞു വന്നത്, ഇതിവിടെ നമ്മൾ സ്ഥിരമായി ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മളറിയാതെ നമ്മുടെ ബ്രെയിന് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെയൊക്കെ ഈ കൺട്രോൾ ചെയ്യുന്ന രീതിയിലൊരു മാഗ്നറ്റിക് പവർ അവരെ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളെന്ന് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്ഥിരമായ ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനും പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായി പഠിക്കുന്ന ഒരു സെൻറ്റർ ഒപ്പിക്കുന്നു. ആ സ്ഥിരമായി പഠിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. കഴിവതും പരമാവധി സ്ഥിരമായ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കുക. അവിടെ തന്നെ ഈ നിങ്ങളുടെ ഡേ എഴുതിയ ആ ഒരു ടൈം ടേബിൾ ഒട്ടിക്കുക. അത് നോക്കി തന്നെ ആ ഒരു ഡേയിലൂടെ പോകാനായിട്ട് തന്നെ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അങ്ങനെ മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് സ്ഥിരമായി അതായത് എക്സാമിന് ഫുൾ A+ നേടിയെടുക്കാൻ സാധിക്കും എന്ന ബോധ്യവുമുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു, ടൈം ടേബിൾ ഒട്ടിക്കേണ്ട സ്ഥിരമായി ഇരുന്ന് പഠിക്കുന്ന ഒരു സെൻറ്റർ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കണ്ടെത്തി അവിടെ തന്നെ ആയിരിക്കണം, സ്ഥിരമായി നിങ്ങളിരുന്ന് പഠിക്കുന്നിടത്ത് തന്നെ ആയിരിക്കും ടൈം ടേബിൾ ഒട്ടിക്കേണ്ടത്. ആ ടൈം ടേബിൾ വഴിയായിരിക്കണം ഇനിയുള്ള വർക്കിംഗ് ഡേയ്സ് ആയാലും വർക്കിംഗ് ഡേയ്സ് അല്ലാതെ അവധി ദിനങ്ങളായാലും മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്തതിൽ പറയാം. ഞാൻ വീണ്ടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഫോളോ ചെയ്യേണ്ടവർക്ക് ഫോളോ ചെയ്യാം. ഇനിയുള്ള ടിപ്പുകളിൽ ബാക്കിയുള്ളത് പറയാം. തൽക്കാലം നിർത്തുന്നു.